ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കുക. ഓവറോൾ എനർജി നോക്കാം. ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി. ഫൈവ് ഓഫ് ഷോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് ഷോർട്സ്. ഇനി മാസ്റ്റർ ഡക്കായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാർഡിൽ നമ്മൾ നോക്കിയപ്പോൾ കാണാം ഒരുപാട് ഷോർട്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഷോർട്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കൂടുതലും വാക്ക് തർക്കങ്ങളൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് കൂടുതലും അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് വേദനകൾ നിങ്ങൾ സഹിച്ചതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആളുടെ ഓവറോൾ എനർജി ആൾക്ക് ഭയങ്കര കുറ്റബോധമാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചതിൻ്റെ ഒരു കുറ്റബോധമാകാം. നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിഗണന തരാത്തതാവാം, നിങ്ങൾക്ക് വേണ്ട ഒരു സ്നേഹം കരുതലൊന്നും തരാത്തതിൻ്റെ ആവാം, അവരെന്തോ തെറ്റ് ചെയ്തതിൻ്റെതും ആവാം കേട്ടോ. കുറ്റബോധം അവരെന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള ഒരു ബോധ്യം വന്നതുകൊണ്ട് അതിൻ്റെ ഒരു കുറ്റബോധവും ആവാം അവർക്ക്. കൂടുതലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ വാക്കേറ്റങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ മുറിവുണ്ടായി അവർ നിങ്ങളെ ശരിക്കും വേദനിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളിൽ നിന്ന് സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതാകാം. അങ്ങനെ പല തരത്തിലായാലും നിങ്ങളെ ഒഴിവാക്കി പോയതായിട്ടല്ല ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരു സമയത്ത് നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം ഈ വ്യക്തിയെ വേട്ടയാടുന്നതായിട്ടാണ് കാണുന്നത്. ആൾക്ക് നിരാശയാണ്. ആൾക്കിപ്പോൾ ഈ ഒരു സമയം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ഒരു ചതി നിങ്ങളടുത്ത് ചെയ്തതുകൊണ്ടായിരിക്കാം. ആൾക്ക് ഭയങ്കര നിരാശയാണ് ഈ ഒരു സമയം കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ കണക്ഷൻ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റ് ആകാനാണ് ഈ വ്യക്തി കൂടുതലും. ആളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെയാണ്. ഇവിടെ കണ്ടോ, നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഏസ് ഓഫ് ഷോർട്സും കിട്ടിയിട്ടുണ്ട്. ആളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു തീരുമാനം ആളുടെ മനസ്സിലെടുത്ത് കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു കുറ്റബോധം വന്നതിന് ശേഷമായിരിക്കും അവർക്ക് ശരിയായ ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ തോന്നിയത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആളുടെ സിറ്റുവേഷനിൽ അതും എന്താ പറയുക, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു കർമ്മഫലം ആൾക്കത് നേരിട്ടതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയം അങ്ങനെ ഒരു വേദന ആൾക്ക് നിങ്ങളടുത്ത് തോന്നിയത്. നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു നിരാശ തോന്നിയത് സ്വയം വേദന കിട്ടുന്ന സമയത്തായിരിക്കാം. അപ്പോൾ ആദ്യമൊന്നും ആൾക്ക് അത്ര ഇതുണ്ടായിട്ടുണ്ടാവില്ല. ശരിക്കും ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എടുത്ത്. ഇവിടെ പരസ്പര വഴക്ക് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ വഴക്കുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കുറ്റബോധം കാരണം അവർക്കിപ്പോൾ ഒരു മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. എന്നുവെച്ചാൽ പലപ്പോഴും അവരുടെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഈഗോ അല്ല, എന്തു പറഞ്ഞാൽ ഇനി നിങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല ആൾക്ക്. നിങ്ങളിലേക്ക് വന്നാൽ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ആ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇത് തന്നെയാണ്
ഇവിടെ അതിശക്തമായ തേർഡ് പാർട്ടി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ റിവേഴ്സാണ് വന്നിരിക്കുന്നത്, ഹൈ പ്രിഷ്യസും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട് ആൾ. അതിൻ്റെയാണ് ആൾക്ക് ആദ്യം തന്നെ കിട്ടിയത്. അതാണ് നിരാശയാണ്, ആൾക്ക് ഭയങ്കര നിരാശയാണ് ഈ ഒരു സമയത്ത്. പലതും നിങ്ങളടുത്ത് മറച്ചു വെച്ചതിൻ്റെ നിരാശയാണ്. ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ആൾ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ആളുടെ മനസ്സിൽ ഒരുപാട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ വില ശരിക്കും മനസ്സിലാക്കി കൊടുത്തതായിട്ട് കാണുന്നുണ്ട് യൂണിവേഴ്സ് തന്നെ. കാരണം ഇവിടെ വേൾഡ് കാർഡാണ്, നിങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെട്ടു ആൾക്ക്. നിങ്ങൾ തന്നെയാണ് വലുത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആൾക്ക് ആ ഒരു സന്തോഷമൊക്കെ ലഭിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നിങ്ങൾ ഒരുപാട് തിരിച്ചറിഞ്ഞു, നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആൾക്കും അത് മനസ്സിലായി. അപ്പം അതിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആൾക്കിപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു കണക്ഷൻ, ഈ ഒരു എന്താ പറയുക, വേൾഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകാനാണ് ആൾ ആഗ്രഹിക്കുന്നത്. ലൈഫ് ലോങ് ആൾക്ക് നിങ്ങളെ വേണം, നിങ്ങളെ നഷ്ടപ്പെടുത്താനാവില്ല എന്നുള്ള ഒരു മൈൻഡ് ആൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്ക് ഭയങ്കര നിരാശ തോന്നുന്നത് ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും ആളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആൾ ചെയ്ത തെറ്റിൻ്റെ ഫലം ആളിപ്പോൾ അനുഭവിക്കുകയാണെന്നാണ് ഇവിടെ മെയിനായിട്ട് കാണുന്നത് കേട്ടോ. നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ശരിക്കും അത് മനസ്സ് ആൾ അനുഭവിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ വല്ലാത്തൊരു ഫീലിംഗാണ്. ഏത് കാർഡ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ലേ, ഭയങ്കരമായിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ആളുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഒരു സമയം ആൾ അതിൻ്റെ ഒരു വില, അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളപ്പോൾ ചിലപ്പോൾ ഇയാൾ അറിയണമെന്നില്ല, ഈ ഒരു വ്യക്തി അറിയണമെന്നില്ല, ശരിക്കും നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. ഈ കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുള്ളപ്പോൾ തന്നെ ആൾ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയാൽ, അല്ലെങ്കിൽ പല തെറ്റിലൂടെയൊക്കെ. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതായിരിക്കാം ഈ ഒരു സമയം, ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് എത്താൻ കാരണം അതുകൊണ്ടായിരിക്കാം. ശരിക്കും നിങ്ങളിങ്ങനെ ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ കള്ളം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഈ വ്യക്തിയുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചല്ല, നിങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ ഒരു കുറ്റബോധം ആവാട്ടോ ഈ വ്യക്തിക്ക്. ഈ ഒരു വ്യക്തിയുടെ മനസ്സിലിപ്പോൾ എന്തോ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചത് ആയിട്ടാണ് കാണുന്നത്. അതെന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. എന്തോ ഒരു കാര്യം നിങ്ങളുടെ കാര്യത്തിൽ എന്തോ ഒരു കാര്യം ആൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഇല്ലേ, തീരുമാനിച്ചിട്ടുണ്ട് ആൾക്ക്. പക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ആൾക്ക് ഒരു തടസ്സമാണ് കാണിക്കുന്നത്. തീരുമാനം എടുക്കണം എന്നുള്ള കാര്യത്തിലും നമുക്കിവിടെ മൂന്നാം വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ വഴിയെല്ലാം അടഞ്ഞ പോലെയാണ് ആൾക്ക്. ഒന്നും എന്താ പറയുക, ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് കേട്ടോ. അതിശക്തമായ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് ഈ ബന്ധത്തിൽ. അതാണ് ഈ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ആൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് നോ കോണ്ടാക്റ്റ് ആയതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആളിപ്പോൾ വേദനിക്കുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങളില്ലാത്തതിൻ്റെ ഇതിപ്പോൾ ആൾ അനുഭവിക്കുന്നുണ്ട് ശരിക്കും. ഡെത്താണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അനുഭവിച്ചോ അതിന് ഇരട്ടിയാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീരുമാനം ഇപ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് കെട്ടിയൊരവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു തീരുമാനം ആൾക്ക് എടുക്കണമെന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അതെന്താണെന്ന് നോക്കിയപ്പോൾ കണ്ടതും മൂണാണ്. പിന്നെ വന്നിരിക്കുന്നതും ഷോർട്സിൻ്റെ എനർജിയാണ് കേട്ടോ. ശരിക്കും ഒരു എന്ത് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആൾക്ക് നിങ്ങളെ വേണം, നിങ്ങളുടെ വില ശരിക്കും മനസ്സിലായപ്പോൾ അപ്പോൾ തൊട്ട് ആൾക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങളുള്ളപ്പോൾ അത് മനസ്സിലാക്കിയിട്ടില്ല ഈ വ്യക്തി നിങ്ങളെ. എന്നാൽ നിങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇനി നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ആളെ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം ഈ വ്യക്തിക്ക് വരാം. അതായിരിക്കാം ചിലപ്പം ആൾ തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ അത് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാൻ പറ്റുന്നില്ല ആൾക്ക്. എങ്ങനെയാണ് ഇത് മുന്നോട്ട്, ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ തീർത്തും വേണ്ടെന്ന് വെച്ചതോ ആകാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലി സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ടോ ഉള്ള ഒരു പിരിമുറുക്കാവാം. വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു സമയത്ത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിയല്ലേ, നിങ്ങളെ തീർത്തും തീർത്തും വേദനിപ്പിച്ച് പോയ വ്യക്തിയാണ്.
അപ്പോൾ ഇനി ഈ ഒരു കണക്ഷൻ വീണ്ടും കണക്റ്റ് ആകാനുള്ള ഒരു ഇതാണ് ആൾക്കില്ലാത്തത്, ഇപ്പോൾ പറ്റാത്തത് അതാണ്. ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ബന്ധം ഇവിടെ കുറേ നാളായിട്ടുണ്ടാവാം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൂടെ പോയിട്ട്. ശരിക്കും ഇതൊരു കുറേ കാലത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ആൾക്ക് നിങ്ങൾ വന്നാൽ തന്നെ നിങ്ങൾ എന്തായിരിക്കും ഇനി നിങ്ങളടുത്ത് പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് ആൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്നത്. ശരിക്കും ആലോചിക്കുകയാണ്. രാത്രിയിൽ പോലും, ഉറക്കത്തിൽ പോലും ആൾക്ക് നിങ്ങളെ തന്നെയാണ് ചിന്ത കേട്ടോ. രാത്രിയിലും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഗൈഡൻസ് ഒക്കെ തേടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പലയിടത്തും. എന്ന് വെച്ചാൽ ഇതിനൊരു വഴി എന്താണെന്ന് കണ്ടുപിടിക്കുക ആളിപ്പോൾ. ഗൈഡൻസ് തേടുക, ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ആസ്ട്രോളജി അങ്ങനെയുള്ള വഴിയൊക്കെ സ്വീകരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ടാരോട്ട് നോക്കുന്നുണ്ടാവാം. അങ്ങനെ പലതും നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളിനി തിരിച്ച് കിട്ടുമോ എന്നുള്ളതായിരിക്കാം ചില സാഹചര്യത്തിൽ. അല്ലെങ്കിൽ ഇതിനൊരു വഴി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്ക് തന്നെ അറിയുന്നില്ല. ആളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, തടസ്സമാണ് മൊത്തം കാണിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ തെറ്റ് തന്നെ കേട്ടോ. ചിലപ്പോൾ പറയാറില്ലേ ഇത് ഫാമിലി കാര്യമൊന്നുമല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു തെറ്റിൻ്റെ ഫലം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളെ ഒരു സമയത്ത് വേണ്ടെന്ന് വെച്ചതും നിങ്ങളെ തീർത്തും ഒഴിവാക്കിയൊക്കെ അതുകൊണ്ടായിരിക്കാം. അതാണ് ആൾക്കൊരു കുറ്റബോധമൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ആൾക്ക് അതിലേക്ക് പോയതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ വില ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നത് യൂണിവേഴ്സ്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് ആൾക്ക് നിങ്ങളുടെ വില എത്ര മാത്രമുണ്ട്. അപ്പോൾ അവിടെ ആൾക്കൊരു സന്തോഷം ലഭിക്കാത്തതിൻ്റെ വേദനയായിരിക്കും ആളിപ്പോൾ അനുഭവിക്കുന്നത്. കാരണം ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയ 5 ഓഫ് ഷോർട്സ് ആണ്. ആൾക്കിപ്പോൾ സ്നേഹം ഉണ്ടായിട്ടും ആൾക്ക് അതിലൊന്നുമല്ല ശ്രദ്ധ, നിങ്ങളെ തന്നെയാണ്. നഷ്ടപ്പെട്ടത് ഓർത്താണ് ആൾ കൂടുതൽ വേദനിക്കുന്നത്. ഇവിടെ ആൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ നിങ്ങളെ വേണം, അതിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് ആളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ ഓപ്പൻ്റെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ഒരു ഗൈഡൻസ് തേടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പലരോടും ഗൈഡൻസ് തേടുക. ഇപ്പം ഈ ഒരു ബന്ധം ശരിയായി വരാനായിരിക്കാം. ഇവിടെ നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഏജ് ഡിഫറൻസ്, അങ്ങനെയൊക്കെയുള്ള ഫിനാൻസ് സംബന്ധം എല്ലാ കാര്യത്തിലും ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ്. ശരിക്കും 8 ഓഫ് പെൻറ്റിക്കിൾസും റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യക്തി പാടുപെടുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രഗിൾ ചെയ്യുകയാണ്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും ശരിയാവാത്തത് പോലെയാണ് ഇവിടെ കാണുന്നത്. അത്രക്കും ഫീലുണ്ട് ആൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. കാരണം അത്രത്തോളം മനോഹരമായി പോയ ബന്ധമാണ്, അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസത്തോടു കൂടി പോയ ബന്ധമാണ്. അവിടെ ഈ ഒരു വ്യക്തിയുടെ തെറ്റ് കാരണമാണ് ഇന്നിങ്ങനെ ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നത്. കാരണം ആളായിട്ടെടുത്ത തീരുമാനമാണ്, അല്ലെങ്കിൽ ആളായിട്ട് നിങ്ങളിൽ നിന്നും നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവാം, നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ ആ ഒരു സമയം ആൾക്ക് നിങ്ങളെ മടുത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. എന്ന് വെച്ചാൽ ആൾക്ക് ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോഴോ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ ആൾക്ക് നിങ്ങളുടെ വില അറിയുന്നില്ല, നിങ്ങളെ തീർത്തും അവഗണിക്കുക, അല്ലെ തീർത്തും ഒഴിവാക്കി കളയുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴാണ് ആൾക്ക് ശരിക്കും നിങ്ങളുടെ വില മനസ്സിലാവുന്നത്. ഇവിടെ കണ്ടോ, അത്രയും ഫീലിങ്സ് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. വിഷമമാണ്, ഒത്തിരി വിഷമമാണ് ആൾക്ക്. ഈ ഒരു വ്യക്തിക്ക് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് നിങ്ങളെയും ഓപ്ഷനാക്കി കരുതിയ ഒരു വ്യക്തിയായിരിക്കാം. ശരിക്കും ഇപ്പോൾ നിങ്ങളെ തന്നെയാണ് നോക്കി കാണുന്നത്, മറ്റൊന്നും അല്ല നിങ്ങൾ ഈ ഒരു സമയം. അതേപോലെ കുറച്ച് പേർക്കല്ല ഫാമിലി കുറേ ആൾക്കാരുണ്ട് ഈ വ്യക്തിയെ ഇങ്ങനെ എന്താ പറയുക, ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ തേർഡ് പാർട്ടി കണക്ഷൻ ആവാം, പിന്നെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഫാമിലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം. ഒരുപാട് ആൾക്കാർ ഈ വ്യക്തിയോട് ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വെക്കാനും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന്. കാരണം പലരും പല അഭിപ്രായം പറയുമ്പോൾ ആളിപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് കൂടുതൽ ഇപ്പോൾ നോക്കുന്നത്. ആദ്യമൊക്കെ അവരുടെ ഭാഗം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി എന്നൊക്കെ കേട്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ഒരു മനോധൈര്യത്തിലാണ് ഉള്ളത്. ആൾക്ക് എന്തൊക്കെ സാഹചര്യം ആയാലും ശരി, ആൾക്ക് കണ്ടോതാ അത് തന്നെയാണ്. മെജീഷ്യൻ കണ്ടോ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. തീർച്ചയായിട്ടും പിന്നെ വന്നിരിക്കുന്നത് കണ്ടോ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കണ്ടോ ഇതാ ഏസ് ഓഫ് വാൺസ് ആണ്. ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്, ആ ഒരു ലൈഫ് തിരിച്ചു പിടിക്കണം ആ ഒരു ശ്രമത്തിലാണ്. പിന്നെ കണ്ടോ സ്ട്രെങ്ത്താണ് വന്നിരിക്കുന്നത്. ആ ഒരു ശ്രമത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്.
തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ തന്നെയാണ് അവരിപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് അവർ കേട്ടോ. ആ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ചിലപ്പോൾ നേരിട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് സോറി പറയാൻ സാധ്യതയുണ്ട്, കാരണം നിങ്ങളില്ലാതെ പറ്റുന്നില്ല. ഇവിടെ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്നും പോയ വ്യക്തിയായിരിക്കാം. ഫാമിലി പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഈ വ്യക്തി കേട്ടോ. എല്ലാവർക്കും ഉള്ളതല്ല, കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലിയുടെ വാക്ക് കേട്ട് പോയ വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ വില ആൾക്ക് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ആൾ വരുന്നത്. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവും എന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. സെപ്റ്റംബർ, ടൈലറിംഗ്, അശ്വതി, എറണാകുളം, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ഭരണി, അത്തം, ലോങ് ഹെയർ. ലെറ്റർ വി ആണ്. ലെറ്റർ ജി, സോഷ്യൽ വർക്കർ ആയിരിക്കാം. ചോതി, പൂരുരുട്ടാതി, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ലെറ്റർ എൽ ആണ് വന്നിരിക്കുന്നത്. ജൂലൈ. ക്യൂ ആണ് ലെറ്റർ ക്യൂ. 38, 44. പിങ്ക് കളർ. പൂയം, മൂലം, രോഹിണി. ലെറ്റർ സെഡ് ആണ് വന്നിരിക്കുന്നത്. ലെറ്റർ എ. ലെറ്റർ എൻ, പാലക്കാട്. ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത്. 46 വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.